മുന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്ത കുറച്ചധികം കാര്യങ്ങൾ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. മയില് മയില് എന്ന് കേൾക്കല്ലാതെ ആദ്യമായിട്ട് കണ്ട സന്തോഷത്തിലാണ് കേട്ടോ ഒരാൾ. ഈ ഒരു ഭാഗത്ത് വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള വ്യൂ തന്നെ കാണാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുള്ള കുറച്ചധികം കസാരകളും മേശകളും ഒക്കെ ഇട്ടിട്ട് ഈ ഒരു ഭാഗത്തിന് വളരെ മനോഹരമാക്കിയിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളം ആരോ ഉള്ളത് കൊണ്ട് നമുക്ക് ഏത് വഴി പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു സ്പോട്ടിൽ തന്നെയാണ് വന്നു ചേരുന്നത് കേട്ടോ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കഫേ ആയിട്ടുള്ള ഭാഗമാണ്. പിന്നെ ഇങ്ങനെ കുറേ വഴികളുണ്ട് കേട്ടോ ഇവിടെ. ഈ വഴിയിലൂടെ ഇങ്ങനെ മുന്നോട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സൂയിലേക്കാണ് കേട്ടോ പോകുന്നത്. സൂ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, കുറച്ച് ആടുകളും പക്ഷികളും അണ്ണാരക്കണ്ണനും അങ്ങനെ ചെറിയ ചെറിയ നമുക്ക് നാട്ടിൽ കാണാൻ പറ്റുന്ന മൃഗങ്ങളൊക്കെ ഇവരൊന്ന് കൂട്ടിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ നേരത്തെ കണ്ട കഫേയാണ് കേട്ടോ. നല്ല ഭംഗിയിലാണ് കേട്ടോ ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ മുന്നോട്ട് പോകുന്തോറും കുറേ അധികം കാഴ്ചകളുണ്ട് കേട്ടോ. ഇതെന്താണെന്നറിയില്ലേ, ഒട്ടകപ്പക്ഷിയാണെന്ന് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്, പക്ഷെ അല്ല കേട്ടോ. ഇതാണ് എമു. എമുവിനെ കണ്ട സന്തോഷത്തിലാണ് ഈ രണ്ടാൾക്കാരും കേട്ടോ. ആദ്യമായിട്ടാണ് എമുവിനെ ഇവർ കാണുന്നത്. പിന്നെ ഈ ഒരു ഭാഗമാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ട് നമുക്ക് എടുത്ത് പറയാൻ തക്ക ഉള്ളത്. നാട്ടിൽ ചെന്ന അതേ ഒരു ഫീലാണ് കേട്ടോ കാണുമ്പോൾ. സത്യം പറഞ്ഞാൽ നമ്മൾ നാട്ടിലെ പാടത്ത് കൂടിയും തൊടി കൂടിയൊക്കെ നടക്കണ അതേ ഒരു ഫീലാട്ടോ. പിന്നെ ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതുകൊണ്ട് മാത്രം ഞാൻ ഇതിൽ ചേർത്തുന്നുള്ളൂ. പിന്നെ ഇതിലൂടെ നടന്ന് പോകുമ്പോൾ കുറച്ചധികം തന്നെ കാണാനുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ മുഴുവനൊന്നും കാണിക്കാൻ എനിക്ക് പറ്റുന്നില്ല. എന്നാൽ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് ഭാഗങ്ങളാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഏകദേശം എല്ലാവരും നടന്ന് തളർന്നിട്ടുണ്ട്. നല്ല കൊടും വെയിലാണ് കേട്ടോ. ഈ ഒരു സ്ഥലത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണിക്കുന്ന ഭാഗമാണ് കേട്ടോ. വാതിയിലേക്ക് ഫേസ് ചെയ്യുന്ന ഒരു ബാൽക്കണി രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഈ കൊടും വെയിലത്ത് ഇത്ര ഭംഗിയുണ്ടെങ്കിൽ മഴക്കാലത്ത് ഇവിടെ കാണാൻ എന്ത് ഭംഗിയായിരിക്കും.